വിവരം വേണ്ടേ? വോട്ടുകളെ കുറിച്ച് പഠിക്കണ്ടേ? റിസൾട്ട് വിലയിരുത്തണ്ടേ? ആരെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അദ്ദേഹത്തിൻ്റെ തോൽവി ഉൾക്കൊള്ളാൻ ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ വോട്ടുകൾ പോലും അദ്ദേഹത്തിന് അനുകൂലമായി ചെയ്യിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതിനാരെ അദ്ദേഹം കുറ്റപ്പെടുത്തുക? അവരുടെയൊക്കെ ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ശ്രീ കെ ബി ഗണേഷ് കുമാറിനെ തോൽപ്പിക്കുക എന്നതായിരുന്നു. ആ കെ ബി ഗണേഷ് കുമാറിൻ്റെ അഹന്തയ്ക്കും അഹങ്കാരത്തിനും ധിക്കാരത്തിനും ധാർഷ്ട്യത്തിനും ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ അതിനൊക്കെ എതിരായി വിധിയെഴുതിയപ്പോൾ അദ്ദേഹത്തിൻ്റെ തോൽവി ആസന്നമായി. ലൈംഗിക അപവാദ കേസിൽ പെടുത്താൻ മുൻകൈയെടുത്തവർക്ക് പത്തനാപുരത്തെ ജനങ്ങൾ നൽകിയ മറുപടി, അത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പത്തനാപുരത്തിലെ ജനങ്ങൾ നൽകിയിട്ടുള്ള മറുപടിയാണ് ഈ തിരഞ്ഞെടുപ്പ്. ഒരു എം.എൽ.എ എന്ന നിലയിൽ, ഒരു മന്ത്രി എന്ന നിലയിൽ ശ്രീ കെ ബി ഗണേഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ആ സാമാന്യ നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ഉണ്ടായപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. കേരള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, ശ്രീ കെ ബി ഗണേഷ് കുമാറിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നേതാക്കന്മാർ, അവരിൽ പരമപ്രധാനരായ 10 നേതാക്കന്മാരിൽ 2 പേർ എനിക്ക് വോട്ട് ചെയ്തവരാണ്. അവരെന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് വോട്ട് ചെയ്തെന്ന്. അദ്ദേഹം പറയുന്നു ചതിയാണ് എന്നൊക്കെ പറയുമ്പോൾ ആരെ ചതിച്ചു എന്ന് അദ്ദേഹം പറയുന്നത്. LDFിൻ്റെ വോട്ടുകൾ 2021 67,000 വോട്ടുണ്ടായിരുന്ന LDFിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ ഗണേഷ് കുമാറിന് ഇപ്പോൾ 2026 ആയപ്പോൾ 59,965 വോട്ടായി കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഞങ്ങൾ ഗണേഷ് കുമാറിന്റെ ഒരു റെസ്പോൺസ് എടുക്കുന്നവർക്ക് പറഞ്ഞു അദ്ദേഹം ഇവിടെ തോറ്റിട്ടില്ല, നടന്നത് ഒരു ചതിയുടെ ഭാഗമാണ്. ശരിക്കും അങ്ങനെ ഒരു ചതി ഇവിടെ നടന്നു. ഈ ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കുന്നതിന് ഒരു തരത്തിലുള്ള കോംപ്ലക്സ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കോംപ്ലക്സിൻ്റെ ഭാഗമായിട്ടാകാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. ജനാധിപത്യത്തിൽ വിജയവും തോൽവിയും ഒക്കെ സ്വാഭാവികവും സാധാരണവുമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാനിവിടെ മത്സരിച്ച് പരാജയപ്പെട്ടതാണ്. ഞാൻ മത്സരിച്ച് പരാജയപ്പെട്ട ശേഷം ആർക്കെതിരെയും പരാതി പറയാൻ ഞാൻ പോയിട്ടില്ല. എൻ്റെ വോട്ട് അല്ലെങ്കിൽ ഗണേഷ് കുമാറിൻ്റെ വോട്ട് ഇന്നയാൾക്ക് പോയി, അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോയി എന്നൊന്നും ഞാൻ പറയാൻ പോയിട്ടില്ല. തോൽവിയായി അംഗീകരിച്ചുകൊണ്ട് ജനാധിപത്യപരമായി ഇതേ മണ്ഡലത്തിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കൂടുതൽ വോട്ട് നേടി വിജയിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു ചതിയാണ് എന്നൊക്കെ പറയുമ്പോൾ ആരെ ചതിച്ചു എന്ന് അദ്ദേഹം പറയുന്നത്. LDFിൻ്റെ വോട്ടുകൾ 2021 67,000 വോട്ടുണ്ടായിരുന്ന LDFിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ ഗണേഷ് കുമാറിന് ഇപ്പോൾ 2026 ആയപ്പോൾ 59,965 വോട്ടായി കുറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 7,000-ലധികം വരുന്ന വോട്ട് കുറഞ്ഞതിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. ആ 7,000-ലധികം വോട്ട് വേറൊരു സ്ഥാനാർത്ഥിക്കും പോയിട്ടില്ല. ഇവിടെ പ്രധാനമായും 3 സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. 1 LDFിൻ്റേത്, 2 UDFിൻ്റേത്, 3 NDAയുടേത്. NDAയുടെ സ്ഥാനാർത്ഥി സ്വാഭാവികമായും സാധാരണയായി മത്സരിക്കാറുള്ളത് താമരചിഹ്നത്തിലാണെങ്കിൽ ഇത്തവണ അവർ 2020 കൊടുത്തതിൻ്റെ ഭാഗമായി ചക്ക അടയാളത്തിലാണ് മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ NDAയിൽ തന്നെ തർക്കങ്ങളുണ്ടായിരുന്നു. ഒരു പരിധിവരെ ഇവിടെ 2020 വലിയ സ്വാധീനമില്ലാത്തതായതുകൊണ്ട് വോട്ടുകൾ സ്വാഭാവികമായും മാറിപ്പോയിട്ടുണ്ട്. ഈ മാറിയ വോട്ടുകൾ സ്വാഭാവികമായും എനിക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്, UDFിന് തന്നെയാണ് വന്നിട്ടുള്ളത്. UDFിന് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ എല്ലാ ഭാഗത്തും വോട്ട് ലഭിച്ചിട്ടുണ്ടെന്നേ. അങ്ങനെ വോട്ട് ലഭിക്കുന്നതിൽ എന്താണ് തെറ്റ്? CPMൻ്റെ വോട്ട് ലഭിച്ചിട്ടുണ്ട്, CPIയുടെ വോട്ട് ലഭിച്ചിട്ടുണ്ട്, കേരള കോൺഗ്രസിൻ്റെ വോട്ട് ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെയും പറഞ്ഞു, കേരള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, ശ്രീ കെ ബി ഗണേഷ് കുമാറിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നേതാക്കന്മാർ, അവരിൽ പരമപ്രധാനരായ 10 നേതാക്കന്മാരിൽ 2 പേർ എനിക്ക് വോട്ട് ചെയ്തവരാണ്. അവരെന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് വോട്ട് ചെയ്തെന്ന്. അപ്പോൾ അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ 7,000-ലധികം വരുന്ന വോട്ടും BJPയുടെ വോട്ടും ഉൾപ്പെടെ, LDFിൻ്റെയും BJPയുടെയും വോട്ട് ഉൾപ്പെടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. സാധാരണക്കാരായ നാട്ടുകാർ ജനങ്ങൾ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായി ഇപ്പോൾ കാലാകാലങ്ങളിൽ LDFിനും BJPക്കും വോട്ട് ചെയ്തുകൊണ്ടിരുന്നവർ മാത്രമല്ല, ഒരു MLA എന്ന നിലയിൽ, ഒരു മന്ത്രി എന്ന നിലയിൽ ശ്രീ കെ ബി ഗണേഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ആ സാമാന്യ നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ഉണ്ടായപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വോട്ടുകളെല്ലാം UDFിൻ്റെ ഭാഗമായി വന്നപ്പോൾ ഇത് ചതിയാണ്, വഞ്ചനയാണ് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ തോൽവി ഉൾക്കൊള്ളാൻ ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ വോട്ടുകൾ പോലും അദ്ദേഹത്തിന് അനുകൂലമായി ചെയ്യിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതിനാരെ അദ്ദേഹം കുറ്റപ്പെടുത്തുക? അപ്പോൾ ആ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് നോക്കൂ, UDFിനെ സംബന്ധിച്ച് 2016 ശേഷം 10 വർഷം കൊണ്ട് ഞങ്ങൾക്ക് 50,000-ൽ നിന്ന് 69,000-ആയി ഞങ്ങളുടെ വോട്ട് ഷെയർ മാറിയിട്ടുണ്ട്. 68,000-ലധികമായി മാറിയിട്ടുണ്ട്. 18,000 വോട്ടിൻ്റെ വർധന ഉണ്ടായിട്ടുണ്ട്.
LDFിനെ സംബന്ധിച്ച് 75,000 വോട്ടിൽ നിന്ന് 60-ൽ താഴെയായി പോയിരിക്കുന്നു, 15,000 വോട്ടായി കുറഞ്ഞിരിക്കുന്നു 10 വർഷം കൊണ്ട്. BJPക്കും കുറഞ്ഞിട്ടുണ്ട്. ഏറ്റവും അവസാനം അവർക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചിട്ടുള്ളത് 2021-ലാണ്. 2021-ൽ അവർക്ക് 12,000 വോട്ട് ലഭിച്ചെങ്കിൽ ഇപ്പോൾ അത് 7,000-ആയി കുറഞ്ഞിട്ടുണ്ട്, 5,000 വോട്ട് കുറഞ്ഞിട്ടുണ്ട്. 10 വർഷം കൊണ്ട് നോക്കിയാൽ BJPക്ക് 11,000-ൽ നിന്ന് 5,000-ആയി കുറഞ്ഞിട്ടുണ്ട്, അഥവാ 6,000 വോട്ട് കുറഞ്ഞിട്ടുണ്ട്. 10 വർഷം കൊണ്ട് BJPക്ക് 6,000 വോട്ട് ഈ നിയോജകമണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞെങ്കിൽ NDA മുന്നണിക്ക്, BJPക്ക് എന്ന് ഞാൻ പറയുന്നില്ല, NDA മുന്നണിക്ക് 6,000 വോട്ട് കുറഞ്ഞെങ്കിൽ LDFന് ഈ നിയോജക മണ്ഡലത്തിൽ 15,000 വോട്ട് കുറഞ്ഞെങ്കിൽ 15, 6, 21, ഈ 21,000 വോട്ടിൽ 18,000 വോട്ടും UDFന് ലഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ടോട്ടൽ വോട്ടിൻ്റെ എണ്ണത്തിൽ ഓരോ തെരഞ്ഞെടുപ്പിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുമെങ്കിലും ഏതായാലും LDFിലെയും NDAയിലെയും വോട്ട് UDFന് ലഭിച്ചിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇതിനകത്ത് എന്താ അട്ടിമറി? ഇനി അദ്ദേഹം പറയുന്നത് പത്തനാപുരത്തെ ജയവും ചാത്തന്നൂരിലെ ജയവുമായി കമ്പയർ ചെയ്താണ് അദ്ദേഹം പറഞ്ഞത്. ചാത്തന്നൂരുമായി ഡീൽ നടത്തിയെന്നാണ്. വിവരം വേണ്ടേ? വോട്ടുകളെ കുറിച്ച് പഠിക്കണ്ടേ? റിസൾട്ട് വിലയിരുത്തണ്ടേ? ആരെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ചാത്തന്നൂരിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് UDFന് വോട്ട് വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. 1% വോട്ട് ചാത്തന്നൂരിൽ UDFന് വർദ്ധിച്ചിട്ടുണ്ട്. BJPക്ക് 7% വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ LDFനാണ് 8% വോട്ടിൻ്റെ ഫോൾ ഉണ്ടായിട്ടുള്ളത്, വീഴ്ച ഉണ്ടായിട്ടുള്ളത്, കുറവുണ്ടായിട്ടുള്ളത്. അപ്പോൾ CPMൻ്റെ 8% വോട്ട് BJPക്കും കോൺഗ്രസിനുമായി വീതം വെച്ച് പോവുകയായിരുന്നു ചാത്തന്നൂരിൽ. എന്നിരിക്കെ ചാത്തന്നൂരിൽ പകരം UDF അങ്ങോട്ട് വോട്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? കണക്ക് വേണ്ടേ? കണക്ക് വെച്ച് സംസാരിക്കണ്ടേ? ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കാനൊന്നുമില്ല, ഞാൻ അദ്ദേഹത്തെ ഒന്നും പറയില്ല. പക്ഷേ അദ്ദേഹത്തിന് കണക്കുകൾ അറിയണം, ഇല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ചാത്തന്നൂരിൽ UDFനും BJPക്കും NDAയ്ക്കും വോട്ട് കൂടി, LDFന് വോട്ട് കുറഞ്ഞു. പത്തനാപുരത്ത് UDFന് വോട്ട് കൂടി, LDFനും NDAയ്ക്കും വോട്ട് കുറഞ്ഞു. ഇതൊക്കെ യാഥാർത്ഥ്യമായി നിൽക്കുമ്പോൾ രണ്ട് സ്ഥലത്തും UDFന് വോട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് കൊടുത്ത്, അല്ലെങ്കിൽ ഞങ്ങൾ വോട്ട് കച്ചവടം നടത്തിയെന്ന് പറയുന്നത്? അരിയാഹാരം കഴിക്കുന്ന ആർക്കും അങ്ങനെ പറയാൻ കഴിയില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ ആരോപണം ഒരു അടിസ്ഥാനവും ഇല്ലാത്തതാണ്. അദ്ദേഹത്തിൻ്റെ പരാജയം ഉൾക്കൊള്ളാനുള്ള മടിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഇന്നലെ ആ പ്രതികരണത്തിലെല്ലാം ഉടനീളം അദ്ദേഹം ഒരു തോൽവി സമ്മതിക്കാത്തത് കണക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. താങ്കൾക്കും അങ്ങനെ തോന്നി? ഒരു തോൽവി അംഗീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ഗണേഷ് കുമാർ ഇപ്പോൾ കടന്നു പോകുന്നതായിട്ട്? അദ്ദേഹത്തിന് 25 വർഷമായി ഒരു മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തിരുന്ന അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടും അദ്ദേഹം ഇടതുമുന്നണിയിലും പറഞ്ഞത്, ഞാൻ 7,000 വോട്ട് എൻ്റെ വകയായി ഞാൻ സംഭരിച്ചിട്ടുണ്ട്, ഞാൻ വാങ്ങിയെടുത്തിട്ടുണ്ട് എന്ന് വീമ്പ് പറഞ്ഞയാളാണ്. അങ്ങനെ ഒരാൾ, ഒരിക്കലും തോൽക്കില്ല എന്ന് വിശ്വസിച്ച ഒരാൾ ഇപ്പോൾ 8,310 വോട്ടുകൾക്ക് പരാജയപ്പെടുമ്പോൾ അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ മടിയാണ്. അത് ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുമ്പോൾ അതിന് ചില ന്യായീകരണങ്ങൾ കണ്ടെത്തുന്നതിനപ്പുറത്തേക്ക് ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, LDFിൻ്റെയും NDAയുടെയും വോട്ട് UDFന് വന്നിട്ടുണ്ട്. അത് കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. അദ്ദേഹത്തിന് കഴിഞ്ഞ പ്രാവശ്യം 67,000 വോട്ട് ലഭിച്ചു എന്നുള്ളൊരു യാഥാർത്ഥ്യമല്ലേ? ആ 67,000 വോട്ട് ഇപ്രാവശ്യം എന്തുകൊണ്ടാണ് 60,000-ൽ താഴെയായി കുറഞ്ഞത്? അതിന് അദ്ദേഹം മറുപടി പറയണ്ടേ? സ്വന്തം പാളയത്ത് പണ്ട് പറയാറുണ്ട്, ഒരു കാലിൽ മന്തുള്ളവൻ 2 കാലിൽ മന്തുള്ളവനെ മന്ദ എന്ന്, 2 കാലിൽ മന്തുള്ളവൻ 1 കാലിൽ മന്തുള്ളവനെ മന്ദ എന്ന് വിളിക്കുന്നു പറയുന്നത് പോലെ ഇവിടെ അദ്ദേഹത്തിൻ്റെ പാളയത്തിൽ നിന്നും വോട്ട് ചോർച്ച ഉണ്ടായതിനെ എന്തിനാണ് അദ്ദേഹം മറച്ചു വയ്ക്കുന്നത്? CPMൻ്റെ നല്ലൊരു ശതമാനം വോട്ട് എനിക്ക് ലഭിച്ചിട്ടില്ലേ? CPIയുടെ ലഭിച്ചിട്ടില്ലേ? കേരള കോൺഗ്രസിന് ലഭിച്ചിട്ടില്ലേ? ഞാനത് ആവർത്തിച്ചത്, അദ്ദേഹത്തിൻ്റെ വീട്ടിലെ വോട്ട് പോലും അദ്ദേഹത്തിന് ചെയ്യിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്നെ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത്? UDFനെ എന്തിനാണ് കുറ്റപ്പെടുന്നത്? UDFിൻ്റെ നേതാക്കന്മാരെ എന്തിനാണ് കുറ്റപ്പെടുന്നത്? അതുകൊണ്ട് ഈ നിയോജകമണ്ഡലത്തിൽ ജനാധിപത്യപരമായി വോട്ട് ചെയ്ത ഈ നിയോജകമണ്ഡലത്തിലെ ജനാധിപത്യ വിശ്വാസികളെ അപമാനിക്കാനാണ് അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. മറ്റൊരു കാര്യം പറഞ്ഞത്, കാര്യർ അമ്പലത്തിൻ്റെ അടുത്ത് താങ്കൾക്ക് BJPക്കാർ സ്വീകരണം നൽകിയത് ശരിയാണോ? കാര്യരുടെ അമ്പലത്തിൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് BJPക്കാരൊന്നും സ്വീകരണം നൽകുന്നത്, എനിക്ക് ഞാൻ പറഞ്ഞില്ല, എല്ലാ വിഭാഗം, എനിക്ക് വോട്ട് ചെയ്ത എല്ലാ വിഭാഗം ജനങ്ങളും എനിക്ക് സ്വീകരണം നൽകിയിട്ടുണ്ട്. കേരള കോൺഗ്രസ്സുകാർ എനിക്ക് ഒന്ന് സ്വീകരണം നൽകിയിട്ടുണ്ട്. അവർ പറഞ്ഞു, ഞങ്ങൾ R ബാലകൃഷ്ണയുടെ പിൻഗാമികളാണ്, ഞങ്ങൾ R ബാലകൃഷ്ണനെ വിശ്വസിച്ച് ഈ പാർട്ടിയിൽ നിന്നവരാണ്, ഞങ്ങൾക്ക് ഗണേഷ് കുമാറിൻ്റെ നടപടികളോട് യോജിപ്പില്ല, ഞങ്ങൾ കറകളഞ്ഞ കേരള കോൺഗ്രസ്സുകാരാണെന്ന് പറഞ്ഞ് സ്വീകരിച്ച എത്രയോ ആളുകളുണ്ട്. എന്നെ അങ്ങനെ, ഞാൻ കാര്യറ അമ്പലം ജംഗ്ഷനിൽ എനിക്ക് ആരൊക്കെയാണ് സ്വീകരണം തന്നത് എനിക്കിപ്പോഴും ഓർമ്മയില്ല. എവിടെയെല്ലാം ആരെല്ലാം സ്വീകരണം തന്നിരിക്കുന്നു? എത്രയോ CPMക്കാർ സ്വീകരണം തന്നിരിക്കുന്നു, എത്രയോ BJPക്കാർ സ്വീകരണം തന്നിരിക്കുന്നു. അപ്പോൾ അവരുടെ ഒക്കെ ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ശ്രീ KB ഗണേഷ് കുമാറിനെ തോൽപ്പിക്കുക എന്നതായിരുന്നു. ആ KB ഗണേഷ് കുമാറിൻ്റെ അഹന്തയ്ക്കും അഹങ്കാരത്തിനും ധിക്കാരത്തിനും ധാർഷ്ട്യത്തിനും ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ അതിനൊക്കെ എതിരായി വിധിയെഴുതിയപ്പോൾ അദ്ദേഹത്തിൻ്റെ തോൽവി ആസന്നമായി.
അത് ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവർ ഉൾപ്പെടെ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളത് വളരെ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ എന്ന ഉത്തമ ബോധ്യത്തിൽ പറയുന്നു. ഞങ്ങൾക്ക് എല്ലാ ഭാഗത്തുനിന്നും വോട്ട് ലഭിച്ചിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ, UDF പ്രകടന പത്രിക മുന്നിൽ വെച്ചുകൊണ്ട് മത്സരിക്കുമ്പോൾ, UDF വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ മറ്റു പാർട്ടിയിൽപ്പെട്ടവർ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ആകൃഷ്ടരായി, ഞങ്ങളുടെ നയപരിപാടികളിൽ ആകൃഷ്ടരായി, നിലപാടുകളിൽ ആകൃഷ്ടരായി ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ വേണ്ട എന്ന് പറയാൻ കഴിയുമോ? അപ്പോൾ അങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തുനിന്നും വോട്ട് ചെയ്തിട്ടുണ്ട്. LDF ഭാഗത്തുനിന്നുണ്ട്, BJP ഭാഗത്തുനിന്നുണ്ട്, എല്ലാ ഭാഗത്തുനിന്നും വോട്ട് ചെയ്തിട്ടുണ്ടെന്നേ. അതിനെന്താ തെറ്റ്? ജനാധിപത്യത്തിൽ അങ്ങനെയല്ലേ? സ്വാഭാവികമായി വോട്ട് ചെയ്ത് എല്ലാ വിഭാഗം ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അദ്ദേഹം പറയുന്നത് ഞാൻ MLA ഓഫീസ് അതേപോലെ തരുമെന്നും അവിടേക്ക് ആൾക്കാർക്ക് എപ്പം വേണമെങ്കിലും വരാം എന്നാണ്. ഒരു മുൻ MLA ഓഫീസ് പോലെ അവിടെ ഉണ്ടാകുമെന്ന് പറയും. ഈ മണ്ഡലത്തിൽ തന്നെ സജീവമായി ഉണ്ടാകുമെന്നും പറയും. സന്തോഷം, അദ്ദേഹം തുടരട്ടെ. ജനാധിപത്യത്തിൽ ഇത്തരത്തിലുള്ള എന്താ പറയുന്നത്, ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യപരമായ മത്സരം നടക്കട്ടെ. ഞാനിവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. ഞാൻ എങ്ങനെയായിരുന്നോ കഴിഞ്ഞ 5 വർഷവും ഉണ്ടായിരുന്നത്, അതുപോലെ തന്നെ ജനങ്ങളോട് ചേർന്ന് നിന്ന് അവരെ അരികിൽ ചേർത്ത് നിർത്തി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അദ്ദേഹത്തിനും അതാകാം. സന്തോഷമേ ഉള്ളൂ. ജനങ്ങൾക്ക് കൂടുതൽ പരിലാളനം ലഭിക്കുന്നതിനെ നമ്മൾ ആരെങ്കിലും എതിർക്കേണ്ടതുണ്ടോ? നല്ല കാര്യമല്ലേ, അദ്ദേഹം ചെയ്യട്ടെ. ഈ പത്തനാപുരത്തെ വിജയം UDF തരംഗത്തിൽ ഉണ്ടായ വിജയമാണോ അതോ ഗണേഷ് കുമാറിനെതിരെയുള്ള വിജയമാണോ? UDF കഴിഞ്ഞ 5 വർഷമായി ഈ നിയോജക മണ്ഡലത്തിൽ UDF നേതാക്കന്മാർ എണ്ണയിട്ട യന്ത്രം പോലെ ഒറ്റക്കെട്ടായി നടത്തിയ പ്രവർത്തനത്തിൻ്റെ ബാക്കി പത്രമാണ്. ഞങ്ങൾ തുടർച്ചയായി പതിയെ ഞങ്ങളുടെ ഗോളിലേക്ക് നീങ്ങുന്നത് എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാകട്ടെ, ഞങ്ങളുടെ പുതിയുഗ യാത്രയിലാകട്ടെ, ഞങ്ങളുടെ കൺവെൻഷനിലാകട്ടെ ഒക്കെ ഉണ്ടായിട്ടുള്ള ജനപങ്കാളിത്തം എതിരാളികളെ ഞെട്ടിക്കുന്നതായിരുന്നു. ഞങ്ങൾ അത്തരത്തിൽ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ഈ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെ ഞങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് ഞങ്ങൾക്ക് ഈ മണ്ഡലം വിജയിക്കുവാൻ കഴിഞ്ഞത്. അതിൽ ഈ നിയോജകമണ്ഡലത്തിലെ ജനാധിപത്യ വിശ്വാസികളോട് ഞങ്ങൾ അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു. അവരുടെ പിന്തുണയും സഹായവും സഹകരണവും ഉറപ്പുവരുത്തിക്കൊണ്ട് തുടർന്ന് ഈ മണ്ഡലത്തിൻ്റെ വികസന കാര്യങ്ങൾ കൂട്ടായി ആലോചിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. അതിനൊരിക്കൽ കൂടി എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നു. ഈ അദൃശ്യനായ ഒരു ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യം ഈ മണ്ഡലങ്ങളിൽ ഓരോ സമയത്ത് തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ശ്രീ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ അത് അദ്ദേഹത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ലൈംഗിക അപവാദ കേസിൽ പെടുത്താൻ മുൻകൈയെടുത്തവർക്ക് പത്തനാപുരത്തെ ജനങ്ങൾ നൽകിയ മറുപടി, അത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പത്തനാപുരത്തിലെ ജനങ്ങൾ നൽകിയിട്ടുള്ള മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം സന്തോഷം നൽകുന്നതാണ് നേരത്തെ തർക്കമില്ല. കാത്തിരുന്ന് കാണൂ. നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു നിമിത്തം മാത്രമാണ്. ഞാനിവിടെ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ അതിനുശേഷം ജയിച്ചപ്പോൾ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഞാൻ ഒരിക്കലും എൻ്റെ വിജയമായിട്ടോ ഞാനൊരു MLA എന്ന നിലയിൽ വ്യക്തിപരമായ ഒരു തീരുമാനമെടുത്തോ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. പാർട്ടിയും മുന്നണിയുമായി ആലോചിച്ച്, സാധാരണക്കാരുമായി ആലോചിച്ച്, പൊതുജനങ്ങളുമായി ആലോചിച്ച് ഈ മണ്ഡലത്തിൻ്റെ വികസന കാര്യങ്ങളിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുന്നതിന് ഒറ്റക്കെട്ടായി എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ജനകീയമായ വികസന പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്.